LX മോഡൽ സെന്നിന് നമ്മൾ പവർ വിൻഡോ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ്. അതായത് നമ്മൾ ബേസ് മോഡിൽ നിന്ന് ഫുൾ ഓപ്ഷനിലേക്ക് പോകാൻ വേണ്ടിയുള്ള ആദ്യത്തെ പടിക നമ്മൾ വെക്കാൻ പോവാണ്. എന്തായാലും നോർമൽ ഡോപ്പാഡാണ് നമ്മുടെ കയ്യിരിക്കുന്നത്, അത് നമ്മൾ മാറ്റിയിട്ട് ഫുൾ ഫൈബർ ഡോപ്പാഡ് ആക്കുന്നതായിരിക്കും. ഇത് നമ്മൾ സ്ക്രാപ്പ് യാർഡിൽ നിന്ന് എടുത്താണ്. ഡെൻസോയുടെ ഒറിജിനൽ സാധനങ്ങളാണ്. വയറിംഗ് കിറ്റും കാര്യങ്ങളും സ്വിച്ചും കാര്യങ്ങളും എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. ഡെൻസോ എന്ന് പറയുന്നത് ജപ്പാൻ്റെ മെയ്ഡായിട്ട് വരുന്നതായിരുന്നു, നമ്മുടെ സെന്നിന് ഒറിജിനൽ സാധനമായിട്ട് വരുന്നതായിരുന്നു. അപ്പോൾ ഇത് ഡയറക്റ്റ് ഫിറ്റാണ്, VXI ആണെന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഡയറക്റ്റ് ഫിറ്റാണ്. LXനാണേലും ആ ഹോൾസും കാര്യങ്ങളും എല്ലാം അവർ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് പവർ വിൻഡോ വെക്കാൻ വേണ്ടി ആദ്യമേ നമ്മുടെ ഡോർ ഹാൻഡിനകത്തുള്ള ഫൈബർ പാർട്സ് നമ്മൾ റിമൂവ് ചെയ്യണം. ദെൻ നമ്മുടെ നോർമൽ ഡോർ പാഡ് നമ്മൾ റിമൂവ് ചെയ്യണം. ഡോർ പാഡ് റിമൂവ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, കാരണം പഴയതൊക്കെ ആയതുകൊണ്ട് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ചും കണ്ടും ചെയ്യുക, കാരണം ഇത് തിരിച്ച് വെക്കുന്നവർക്കാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, നമ്മളിനിയും ഇത് നമ്മൾ ഫൈബർ ഡോർ പാഡിലോട്ട് കൺവേർഷൻ ചെയ്യുകയാണ്. നമ്മളിനി ഇതിനകത്ത് പവർ വിൻഡോ കയറ്റാൻ പോകണം. വൈൻഡർ ഊരണം. ആകപ്പെട്ട ഒരു 4 ബോൾട്ട് ഉണ്ട്, അത് ഊരി കഴിയണം. പിന്നെ ഒരു 10ൻ്റെ ബോൾട്ട് ഇട്ട് പിടിക്കണം. കാര്യം സെറ്റ്. നമ്മൾ സെന്നിൻ്റെ വൈൻഡർ ഊരാൻ വേണ്ടി സ്റ്റാറിന് സ്കൂട്ടറായിട്ട് ഒരു 3 ബോൾട്ട് അയച്ചാണ്. കാലപ്പഴക്കത്തിൻ്റെ കാരണം കുറച്ച് കട്ടിപ്പൊക്കെ കാണും. WD-40 ഒക്കെ അടിച്ച് നൈസായിട്ട് ഊരി എടുത്താൽ മതി. പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് മണ്ടയിലൊന്ന് ഇടയ്ക്ക് വെച്ചേക്കണം, കാരണം അല്ലെങ്കിൽ ഗ്ലാസ് താഴോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നൈസായിട്ട് അവിടെ ഇവിടെ ഒന്നും തട്ടാതെ കുട്ടലും ഒക്കെ നൈസായിട്ട് ഇങ്ങനെ എടുത്താൽ മതി. അതങ്ങ് ഊരി പോകുന്നുള്ളൂ. പിന്നെ സ്മൂത്തായിട്ട് നമുക്ക് ഇനി വൈൻഡർ നമ്മൾ കയറ്റാൻ പറ്റും. നമ്മൾ സ്ക്രാപ്പ് യാർഡിൽ നിന്ന് എടുത്ത വൈൻഡറിനകത്ത് ഗ്ലാസ് റോഡൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ആ ഗ്ലാസ് റോഡൊക്കെ അഴിച്ചെടുത്ത് പിന്നെ അത്യാവശ്യം കുറച്ച് ഗ്രീസൊക്കെ ഇട്ടേക്കാമെന്ന് നമ്മൾ ഓർത്ത്. എന്നാലും ഗ്രീസ് അഡീഷണൽ നമ്മൾ വാങ്ങിച്ചതായിരുന്നു. നമുക്ക് ഗ്രീസൊക്കെ വാങ്ങിച്ച് അത്യാവശ്യം ഒന്ന് തേച്ച് ഇച്ചിരി ലൂബ്രിക്കേഷൻ ഒക്കെ കൊടുക്കുന്നത് നല്ലതായിരുന്നു. പിന്നെ നമ്മൾ നൈസായിട്ട് അങ്ങ് ഫിറ്റ് ചെയ്യുന്നത്. കുറച്ച് പാട് കാണും കയറ്റി വെക്കാൻ വേണ്ടി. എന്തായാലും നൈസായിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്നും തട്ടാതെ ഇച്ചിരിയൊക്കെ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് പയ്യെ ചെയ്ത സമയം എടുത്ത് ചെയ്താൽ മതി. അതപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് കയറി പോകും. പിന്നെ എടുത്ത പോലെ തന്നെ നേരെ ആ 3 ബോൾട്ടും ഇട്ട് ടൈറ്റ് ചെയ്ത് വെച്ചേക്കണം. അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നും നമുക്ക് വരുന്നില്ല. പവർ വിൻഡോ ഇൻസ്റ്റാൾ ചെയ്യുന്നതിൽ പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുണ്ട് ഗ്ലാസ് വെട്ടിക്കയറുന്ന കാര്യത്തിൽ. അപ്പം നമുക്ക് ഇനി അടുത്ത റൈറ്റ് സൈഡിലും കൂടെ പോയിട്ട് നമുക്ക് ഇന്ന് ഫിറ്റ് ചെയ്യാം. റൈറ്റ് സൈഡിലും അതുപോലെ തന്നെ നമ്മൾ വൈൻഡർ അവിടുത്തെ ഊരിയിട്ട് നമ്മൾ പുതിയ വൈൻഡർ, അതായത് പവർ വിൻഡോ വൈൻഡർ നമ്മൾ കയറ്റുക. കയറ്റിയിട്ട് അതുപോലെ തന്നെ നട്ടൊക്കെ ഇട്ട് മുറുക്കി 3 നട്ടുണ്ട്. ആ 3 നട്ട് മുറുക്കി നല്ല സെറ്റപ്പാക്കി അതായത് കുത്തിച്ച് പണിയുന്നത്. പിന്നെ നമ്മൾ വൈൻഡറിൻ്റെ അവിടെ, അതായത് ഗ്ലാസ് റോഡിൻ്റെ അവിടെ ഒരു നട്ടുണ്ട്. ആ നട്ടൊക്കെ ഇട്ട് മുറുക്കി ഗ്ലാസ് ഒക്കെ പിടിപ്പിച്ച് സെറ്റാക്കി വെച്ചേക്കണം. അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ റോഡിന് 2 ഇതുണ്ട്. അത് റണ്ണ് ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം ചെയ്താലും സീനൊന്നുമില്ല. കറക്റ്റായിട്ട് അവിടെ നിൽക്കണമെന്നോ അല്ലെങ്കിൽ ശരിയാതെ. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് റൺ ചെയ്ത് നോക്കാം. നമ്മുടെ ഗ്ലാസ് റോഡൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, ആ വെട്ടി കയറുന്നൊക്കെ ഉണ്ടോ, അതുകൊണ്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. ചെറുതായിട്ടൊന്ന് വെട്ടി കയറുന്ന പോലെ കാണിക്കുന്നുണ്ട്. അവിടെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു എല്ലാം കൂടെ നമ്മൾ സെറ്റായി. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിലും ഇപ്പോൾ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരുന്നു. ഓക്കെ, അത് നമ്മളിപ്പം പവർ വിൻഡോ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, സക്സസ്ഫുള്ളി വർക്കിംഗ് ആണ്. ഇനി ഇതിൻ്റെ വയറിംഗ് കിറ്റ് നമ്മൾ റെഡിയാക്കുന്നതായിരുന്നു. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ വയറിംഗ് കിറ്റ് വരുന്നത്. 2 സെക്ഷനുണ്ട്, ഒരു റൈറ്റും ഒരു ലെഫ്റ്റും വരുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ റൈറ്റിലെ ഫുൾ മൊഡ്യൂൾ സെറ്റ് വരുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ലെഫ്റ്റിലെ ഇത് വരുന്നത്. അപ്പം ഇതാണ് നമ്മുടെ മെയിൻ മൊഡ്യൂളിലോട്ട് വരുന്ന വയറിംഗ് കിറ്റ്, അതായത് ഇതിൻ്റെ വയറിംഗ് കിറ്റാണ്. അപ്പം ഇത് ഇവിടെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്ന സാധനം. ഇത്ര റോള് ഇത്. പിന്നെ അടുത്ത സെക്ഷനിലോട്ട് വരുന്നത് ഇതിലോട്ട് പോകുന്നത്. ഇതിലോട്ട് നമുക്ക് കണക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പം വൈറ്റ് വരുന്നത് പോസിറ്റീവ് ആയിരിക്കും, പിന്നെ ബ്ലാക്ക് വരുന്നത് നെഗറ്റീവാണ്. പിന്നെ റെഡും ഗ്രീനും വരുന്നത് എന്താണെന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിലോട്ട് കമാൻഡ് പോകാൻ, അപ്പ് ആൻഡ് ഡൗൺ കമാൻഡ് പോകാൻ വേണ്ടിയാണ്. ഇതാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ വയറിംഗ് കിറ്റ് വരുന്നത്. ഇവിടെയാണ് നമ്മുടെ വൈൻഡർ മോട്ട് കണക്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെയാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിലെ സ്വിച്ച് കണക്ട് ചെയ്യുന്നത്. സ്വിച്ച് കണക്ട് ചെയ്താൽ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. പിന്നെ മെയിൻ ആയിട്ടുള്ള കണക്ഷൻ വരുന്നത് ഇത് പോസിറ്റീവ് ലൈനാണ്. പിന്നെ പച്ചയും ചുമലയും വരുന്നത് നമ്മൾ മുമ്പേ കാണിച്ച വയറിംഗ് കിറ്റിനകത്തോട് കണക്ട് ചെയ്യുക. എന്നപ്പോൾ പിന്നെ വേറൊരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. ഇതിനകത്ത് നിങ്ങളൊരു 50യുടെ സ്വിച്ചോ അല്ലെങ്കിൽ 20 ഇവിടെ അങ്ങനെ വയറിംഗ് എല്ലാം കാര്യങ്ങളും എല്ലാം ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയാണ് നമ്മുടെ പവർ വിൻഡോയുടെ സ്വിച്ച് വരുന്നത്. ആ കണക്ഷൻസ് എല്ലാം കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ നല്ലതായിട്ട് ഇങ്ങനെ ഒതുക്കി പെറുക്കി ഇത് വൈൻഡറിൻ്റെ കണക്ഷൻ ചെയ്യുക. ഇത് സെൻട്രൽ ലോക്കിൻ്റെ, ഇത് ഇവിടെ ചുമ്മാ ഇട്ടാൽ മതി. ഇത് നിങ്ങളുടെ വണ്ടിയിൽ സെൻട്രൽ, നമ്മുടെ ഇലക്ട്രിക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചുമ്മാ ഇട്ടേക്കും. പിന്നെ സ്പീക്കറിൻ്റെ കണക്ഷൻ ഇതാണ്. സ്പീക്കർ ഇപ്പോൾ എല്ലാം ഊരി ഇട്ടേക്കുവാണ്. നമ്മൾ സ്പീക്കറിൻ്റെ കണക്ഷൻ ഇതാണ്. അപ്പോൾ ഇതിലോട്ട് കണക്ട് ചെയ്താൽ മതി. പിന്നെ സ്വിച്ച് വരും. സ്വിച്ച് വരുന്നതുകൊണ്ട് ഇവിടെയായിട്ട് ഇങ്ങനെ വരും. ലോപ്പാടും കാര്യങ്ങളൊക്കെ വേറെ എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഈ ഫണ്ടറിൽ കൂടെയാണ്, ഇവിടെയാണ് നമ്മുടെ മോട്ടറിൻ്റെ സ്പീക്കറിൻ്റെ സ്വിച്ചും കാര്യങ്ങളെല്ലാം വരുന്നത്. ഇവിടെ കണക്ട് ചെയ്യണം. ഞാനിവിടെ അടച്ചു വെച്ച് വെക്കുക. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇതുവഴി എടുത്ത് പിന്നെ ഇതുവഴി കൊണ്ടുവരണം. ഇതുവഴി കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഇതുണ്ടോ, ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ ഒരു തുളയിൽ കൂടെ കയറ്റിക്കോ. ഇവിടെ റബ്ബർ ബുഷ് ഉണ്ട്, ഇവിടെ ആയിട്ട് ആ റബ്ബർ ബുഷിൽ കൂടെ എടുത്ത് നമ്മളെ കൊണ്ട് കണക്ട് ചെയ്യണം.
അപ്പോൾ ഇതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ ഒരു റിലേ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഫ്യൂസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇതിന് വേണ്ടി. പിന്നെ അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഞാൻ അപ്പുറം ഈ സൈഡിൽ കൂടെ എടുത്ത് ഈ സിമിൻ്റെ താഴെ ഒരു ബുഷ് ഉണ്ടായിരുന്നു, ഇവിടെ കണ്ട നിങ്ങളുണ്ട്, അത് വഴി തുളച്ചെടുത്ത് ഇങ്ങനെ കയറ്റിക്കൊണ്ട് വന്ന് ഇവിടെ കൊണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സെയിം സാധനം ഇവിടുത്തെ എങ്ങനെയാണോ അതുപോലെ തന്നെ അപ്പുറം ചെയ്യുക. ഇപ്പം വർക്കിംഗ് ആണ്. നമ്മുടെ താക്കോൽ അതെടുത്ത് ഇഗ്നീഷ്യൻ സ്വിച്ചിലോട്ട് കൊടുത്താൽ മതി. അതാകുമ്പം വണ്ടി ഓൺ ആകുമ്പോഴായിരിക്കും നമ്മുടെ സെന്നിൻ്റെ ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് കണ്ടോ പൂർണ്ണമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിത് ഇവിടുന്ന് കൺട്രോൾ ചെയ്താൽ മതി. അപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളവിടെ ഒന്ന് പറഞ്ഞാൽ മതി.